നിങ്ങൾ ഇതുവരെ സ്കിൻ കെയർ ചെയ്തിട്ടില്ല, നിങ്ങളൊരു സ്കിൻ കെയർ ബിഗിനറാണ്. അപ്പോൾ നിങ്ങൾക്ക് വിറ്റാമിൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യണം, അത് നിയാസിനമൈഡ് സ്റ്റാർട്ട് ചെയ്യണം സിറപ്പിൻ്റെ ഫോമിൽ. ഞാൻ പറയും നിയാസിനമൈഡ് 5% സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നിയാസിനമൈഡ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ ആ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും, ഡ്രൈ സ്കിൻ ആണെങ്കിൽ സ്കിന്നിൽ ഹൈഡ്രേഷൻ തരാനായിട്ടും നിയാസിനമൈഡിന് പറ്റും. അതുകൂടാതെ തന്നെ മൈന്യൂട്ടായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നിയാസിനമൈഡിന് പറ്റും. നമ്മുടെ സ്കിൻ ഹെൽത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ ഒന്നും അത്ര നന്നായിരിക്കില്ല. ആ ബാരിയർ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നിയാസിനമൈഡാണ് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിയാസിനമൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്കിന്നൊന്ന് സെറ്റായ ശേഷം നമുക്ക് വിറ്റാമിൻ സിയിലോട്ട് പോകാമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി ഇൻസ്റ്റാഗ്രാമിൽ. അതല്ലാണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ബൈ.